ഇടുക്കി അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിൽ നിന്നും ചാണക മാലിന്യം ദേവിയാർ പുഴയുടെ കൈത്തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. തോട്ടിലൂടെ മാലിന്യം ഒഴുകിയെത്തിയതോടെ ആരോഗ്യവകുപ്പും പഞ്ചായത്തും വിഷയത്തിൽ ഇടപെട്ടു. ഉദ്യോഗസ്ഥർ മാർക്കറ്റിലെത്തി പരിശോധന നടത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ദേവിയാർ പുഴയുടെ കൈത്തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിനാകെ നിറവ്യത്യാസവും ദുർഗന്ധവും ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്കലും പഞ്ചായത്തിലും പരാതിയെത്തി. ആരെങ്കിലും ശുചിമുറി മാലിന്യം നിക്ഷേപിച്ചതാണോ എന്നതായിരുന്നു ആദ്യമുയർന്ന സംശയം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തിയതിൽ നിന്നും അടിമാലി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിൽ നിന്നും ദേവിയാർ പുഴയുടെ കൈത്തോട്ടിലേക്ക് ചാണക മാലിന്യം നിക്ഷേപിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഉദ്യോഗസ്ഥർ അറവുശാലയിലെത്തുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഭാഗമായി ഒഴുകുന്ന ദേവിയാർ തോട്ടിലെ മാലിന്യം തടയായി രാവിലെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സ്റ്റാഫും ഹെൽത്ത് സ്റ്റാഫും നേരിട്ട് വന്ന് പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിന്റെ അവധിയിൽ കൊണ്ടുപോയിരിക്കുന്ന കന്നുകാലികളുടെ ചാണകമാണ് കൈത്തോട്ടിലേക്ക് ഒഴുക്കിയത് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും. പഞ്ചായത്ത് പരിധിയിലെ പ്രധാന പുഴയായ ദേവിയാർ പുഴയുടെ കൈത്തോട്ടിലേക്ക് ഇപ്പോഴും ചിലർ രഹസ്യമായി മാലിന്യം ഒഴുക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അടിമാലി ടൗൺ പരിസരത്തൊഴുകുന്ന കൈത്തോടുകൾ പേറുന്ന മാലിന്യം ഒഴുകിച്ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ്. ടൗണിന് കിലോമീറ്ററുകൾക്കപ്പുറം കുളിക്കാനും വസ്ത്രം കഴുകാനുമൊക്കെ ആളുകൾ ദേവിയാർ പുഴയിലെ വെള്ളത്തെയാണ് ആശ്രയിക്കാറുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.